ഓൺലൈൻ ഷോപ്പിംഗ് വഴി ലക്ഷങ്ങൾ തട്ടിയെടുത്തയാൾ പിടിയിൽ. വില കൂടിയ ഫോണുകൾക്ക് പണം വാങ്ങിയ ശേഷം ഗ്യാരണ്ടിയില്ലാത്ത ഫോണുകൾ നൽകുകയായിരുന്നു ഇയാൾ. ഉന്നത വിദ്യാസമ്പന്നരടക്കം നിരവധി ആളുകളെ ഇയാൾ കബളിപ്പിച്ച് പണം തട്ടിയിട്ടുണ്ട്. ഇന്റർനെറ്റിലെ OLX എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ ഫോൺ വിൽക്കാനുണ്ടെന്ന് പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. പരസ്യം കണ്ട് ഫോണിൽ ബന്ധപ്പെടുന്നവരോട് 50,000 രൂപ മുതൽ 75,000 രൂപ വരെ വിലമതിക്കുന്ന ഫോണുകൾ 20,000 രൂപയ്ക്ക് നൽകാമെന്നായിരുന്നു സാജന്റെ വാഗ്ദാനം. താൻ ബംഗളൂരുവിലാണെന്നും വിലയുടെ പകുതി തുക ബാങ്കിൽ നിക്ഷേപിക്കാനും ആവശ്യപ്പെടും. ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ ഫോൺ എത്തിച്ചു നൽകുമെന്നും പ്രതി അറിയിക്കും. എന്നാൽ ഇയാൾ നൽകുന്നത് വിപണിയിൽ 2,000 രൂപ മാത്രം വിലയുള്ള ചൈനീസ് ഫോണുകളാണ്. ഷാജൻ എന്ന് പറയുന്ന ആൾ തന്നെ ഈ പറയുന്ന കസ്റ്റമർക്ക് കേരളത്തിൽ വന്ന് ട്രെയിനിലോ മറ്റേ കയറി വന്ന് അയാളുടെ ആയിട്ടുള്ള കൊറിയർ കമ്പനിയൊക്കെ ഒരു ഇത് പാക്കൊക്കെ ഉണ്ടാക്കി ഇതുകൊണ്ട് ഇവർക്ക് കൊടുക്കും. അതിനുശേഷം പറയും, നിങ്ങൾ തുറന്ന് നോക്കരുത്, ഇപ്പോൾ തുറന്ന് നോക്കരുത്, ഇത് വില ഇത്ര കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടാക്സ് ഒന്നും അടിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് സ്വൈര്യമായിട്ട് പോയി നോക്കാൻ പറയും. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള ബാലൻസ് 10,000-20,000 രൂപ ഇയാൾ മേടിച്ചെടുത്ത് ഇയാൾ പോയി കഴിഞ്ഞ് ഇവർ പിടിച്ചെന്ന് തുറന്ന് നോക്കുമ്പോൾ ഇത് ചൈനയുടെ മറ്റോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു മൊബൈലായിരിക്കും. 1-2 മാസം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ചീത്തയായി പോവുകയും ചെയ്യും. കമ്പ്യൂട്ടറിൽ പ്രാഥമിക പരിജ്ഞാനം പോലുമില്ലാതെ സാജൻ പറ്റിച്ചത് BTech, MBA, MBBS വിദ്യാർത്ഥികളെയും IT വിദഗ്ധരെയുമാണ്. മൊബൈൽ ഫോൺ നന്നാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത വ്യക്തിയെ ഇയാൾ 3 തവണയാണ് കബളിപ്പിച്ചത്. പലരിൽ നിന്നായി ലക്ഷങ്ങൾ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.